ചേച്ചി കണ്ടില്ലേ, ഞാൻ ചോദിച്ചതിനൊന്നും അയാളുടെ മറുപടി ഇല്ലായിരുന്നു. അരി എത്രാന്ന് ചോദിക്കുമ്പോ പയർ അഞ്ഞാഴി എന്നുള്ള മറുപടി. കാട്ടുമുത്തപ്പന്റെ കോവിൽ ചെന്ന് ഭജന ഇരുന്നാൽ ഉടലോടെ സ്വർഗത്ത് പോവാന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ട് അയച്ചത് ഈ മനുഷ്യനല്ലേ? എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നു ദേവി പോയ അമ്പലം ഏതാന്ന്. എന്നുവെച്ചാ അവളെ വീണ്ടും എങ്ങോട്ടോ വനവാസത്തിന് വിടാനായിരിക്കും. നമുക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി വിചിത്ര രീതിയിലൊക്കെയല്ലേ സംസാരം. എടാ നന്ദ, അങ്ങനെയല്ല. ഞാൻ തിരുമേനെ ശ്രദ്ധിക്കുമായിരുന്നു. നമുക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, അമ്മയ്ക്ക് മാത്രം മനസ്സിലാകാൻ വേണ്ടിയാ തിരുമേനി സംസാരിച്ചത്. അങ്ങനെ എനിക്ക് തോന്നിയത്. ദേഷ്യമല്ല, എന്തോ ഒരു ബഹുമാനമാ എനിക്കിപ്പോ തിരുമേനിയോട്. ബെസ്റ്റ്. അങ്ങേരിപ്പോ ചേച്ചിയെ വശത്താക്കിയിരിക്കുക. ചേച്ചി നോക്കിക്കോ, അകത്തിപ്പോ അങ്ങേരും അമ്മയും കൂടി വേറെന്തൊക്കെയോ ഗൂഢാലോചന നടത്തുകയായിരിക്കും. ഒരാളുടെ സ്വാർത്ഥതയാണ് ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആ സ്വാർത്ഥതയ്ക്ക് പിന്നിൽ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. സാക്ഷാൽ ദേവിയെ പോലൊരു കുട്ടിയാണ് ദേവിക. ഈ വീടിന്റെ പ്രകാശമാണ് ആ കുട്ടി. ആ വെളിച്ചം കെടുത്തിയാൽ കെടുത്തുന്നവരുൾപ്പെടെ ഇരുട്ടിൽ നിൽക്കേണ്ടി വരും. പ്രഭാവതി, സ്നേഹിക്കുന്ന മനസ്സുകളെ വേർപിരിക്കാൻ നോക്കരുത്. നന്ദനെയും ദേവികയെയും ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. തിരുമേനിയോടുള്ള എല്ലാ ആദരവോടും കൂടി ഞാൻ പറയാം, അതൊന്നും നടക്കില്ല തിരുമേനി. പ്രഭ ജീവിച്ചിരിക്കുമ്പോ അതൊന്നും നടക്കില്ല. നടക്കും, അത് നടന്നിരിക്കും പ്രഭാവതി. മുരളി, എടാ നീ ഇതെവിടായിരുന്നു? നിന്നെ കാണാതെ ഗൗരി ഉമ്മയൊക്കെ വിഷമിച്ചിരിക്കുക. ഞാനും ഇന്നലെ നിന്നെ ഒരുപാട് തവണ വിളിച്ചു, കിട്ടിയില്ല. എങ്ങനെ കിട്ടും? കാട്ടിൽ റേഞ്ച് ഇല്ലല്ലോ. കാട്ടില്ല? നീ ഇന്നലെ എവിടെ പോയതാ? അത് വ്യക്തമായിട്ട് അറിയണോ നിനക്ക്? മുരളി എന്തായി പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. ആന്റി, ആന്റി എവിടെ? ദേവി എവിടെ?